ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇൻസ്റ്റലേഷൻ ആണ്. സോ നമുക്ക് നമ്പൈ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമുക്ക് പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ നമ്പൈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ നമ്മളിവിടെ പഠിക്കുന്നത് ജുപ്പിറ്റർ നോട്ട്ബുക്കാണ് നമ്മൾ IDE ആയി ഉപയോഗിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇത് 3 സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരമായി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ആനക്കൊണ്ട ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാക്കേജസും ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആനക്കൊണ്ട എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആനക്കൊണ്ട ഡിസ്ട്രിബ്യൂഷൻ എന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആനക്കൊണ്ട പൈത്തോൺ എന്നും സെർച്ച് ചെയ്താൽ മതി. ആനക്കൊണ്ട പൈത്തോൺ എന്ന് സെർച്ച് ചെയ്യുക. സോ ഇതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, anaconda.com, ആനക്കൊണ്ട ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ഓൾറെഡി ഇവിടെ നോക്കിയാൽ കാണാം ബേസിക്കലി ആനക്കൊണ്ട ഉപയോഗിക്കുന്നത് നമുക്ക് ഓൾറെഡി ഇതിൽ ഡാറ്റ സയൻസ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പാക്കേജസ് ഒക്കെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. സോ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പയും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യം അനുസരിച്ചിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ സേവിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ എനിക്കിവിടെ കാണാൻ സാധിക്കും. സോ അതിൽ ജസ്റ്റ് സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഐ അഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ്, അതുപോലെ വീണ്ടും നെക്സ്റ്റ്. സോ നമുക്കിവിടെ ആഡ് ആനക്കൊണ്ട ടു മൈ പാത്ത് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ചെക്ക് ബോക്സും നമുക്ക് തൽക്കാലം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ ലഭിക്കും, സെറ്റപ്പ് വാസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. സോ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മളത് അൺചെക്ക് ചെയ്യുന്ന തൽക്കാലം, അതുപോലെ ഇതും അൺചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പോവുക, ഇവിടെ ആനക്കൊണ്ട എന്ന് സെർച്ച് ചെയ്യുക. സോ നമുക്കിവിടെ ആനക്കൊണ്ട നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തു അത് ഓപ്പൺ ചെയ്യുക. സോ നാവിഗേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും, ഒരുപാട് IDEs നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കിവിടെ വേണ്ടത് ഈ ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു IDE ആണ്. സോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിതിൽ ലോഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസറിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ലോക്കൽ ലോസ്റ്റ് 8888 എന്ന് പറയുന്ന പോർട്ടിൽ നമുക്ക് ഇതുപോലെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ലൊക്കേഷൻസ് കാണാൻ സാധിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്കതിൽ നമ്മുടെ നോട്ട്ബുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേക ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫോൾഡറിൽ നമുക്ക് ഈ നോട്ട്ബുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിൽ നമുക്ക് എങ്ങനെ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോൾഡറിൽ പോവുക, നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ പോയതിന് ശേഷം ഉദാഹരണമായി ഞാനിവിടെ ഈ കോഡിംഗ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോയതിന് ശേഷം ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പൈ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ഇത് CMD എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ജസ്റ്റ് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് എൻ്റർ ചെയ്യുക. ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡർ നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്കിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, പുതിയൊരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് പ്രോഗ്രാം ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്ത 8888 എന്ന് പറയുന്ന പോർട്ട് നമ്പറിൽ നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് 8889 വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ഫോൾഡർ empty ആണ്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു നോട്ട്ബുക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ആ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പൈത്തോൺ 3 എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോയിൽ നമുക്ക് പുതിയൊരു നോട്ട്ബുക്ക് ഓപ്പൺ ആയി വരും. നോട്ട്ബുക്ക് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺടൈറ്റിൽഡ് എന്ന് കാണാൻ സാധിക്കും. സോ നമുക്കിവിടെ ഇതിൻ്റെ പേര് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇവിടെ. സോ നമ്മളിവിടെ നമ്പൈ 1 എന്ന് കൊടുക്കാം, നമ്പൈ 1 എന്ന് കൊടുക്കാം. റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പൈ 1 എന്ന് പറയുന്ന ഒരു നോട്ട്ബുക്ക് ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആനക്കൊണ്ട ഇൻസ്റ്റാൾ ചെയ്തു.
പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം.